തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത സമിതി പ്രഖ്യാപിച്ച പണിമുടക്ക് രണ്ടാം ദിവസവും തുടരുന്നു. ചില സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയതൊഴിച്ചാൽ പണിമുടക്ക് പൂർണ്ണമാണ്. KSRTC സർവീസ് നടത്തുന്നില്ല. അതേസമയം കടകൾ തുറക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അംഗീകരിക്കില്ലെന്നാണ് സർവീസ് സംഘടനകളുടെ നിലപാട്. ചികിത്സയ്ക്ക് പോവുകയാണ്. RCCയിലേക്കുള്ള ചികിത്സയിലാണ് പോകുന്നത്. ഇതൊരു ഒരു 4:50 വന്നതാണ്. ഇതുവരെ ഒന്നും കിട്ടിയില്ല. ഇത്രയും താമസം ഇവിടെ നിൽക്കുക വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ്. കോടതി വിധി അത് അനുസരിക്കണ്ടേ? കോടതി ആരനുസരിക്കും? കോടതിയെ ധിക്കരിക്കുകയല്ലേ ഇവിടുത്തെ പാർട്ടിക്കാരെല്ലാം കൂടെ ചേർന്ന്. പാവപ്പെട്ട പോലീസുകാർ എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് രാവിലെ 6 മണിക്കുള്ള പാസഞ്ചർ ട്രെയിൻ ഉണ്ട് ആലിക്കാർ പോകുന്നത്. ആ ട്രെയിനേ ഇല്ലെന്ന് പറയുന്നു. ഇത് എന്തെന്ന് ഒരു പിടിയും നമുക്ക് കാണുന്നില്ല. എങ്ങനെ പോകണമെന്ന് ഒരു പിടിയില്ലാണ്ട് അങ്ങനെ നിൽക്കുന്നു. വണ്ടിക്കാർ സാധാരണ ഇവിടെ നിന്ന് പോകുന്ന 40 രൂപയാണ് നമ്മൾ അവിടെ പോകാനുള്ളത്. ഇവിടെ ബസ് ഓട്ടോക്കാരന് 300 രൂപ ചോദിക്കുന്ന ഒരാളിന്. ആ 300 രൂപ ഉണ്ടെന്ന് വെച്ചാൽ 3 ദിവസം നമ്മുടെ വീട്ടിൽ ഭക്ഷണം കളിക്കും. അതനുസരിച്ച് ഇവിടെ നിൽക്കുന്ന നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? തികച്ചും ന്യായമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞ് രാജ്യത്താകമാനം സമരം നടക്കുമ്പോൾ സർക്കാർ ജീവനക്കാർ ഇത്തരത്തിലോട്ടുള്ള ഡയസ്നോൺ പ്രഖ്യാപിച്ചുകൊണ്ട് മാറണമെന്ന് പറയുന്നതോട് യോജിക്കാൻ കഴിയില്ല. ഞാൻ രാഷ്ട്രീയ മാറ്റോ ഒന്നും ആയിട്ടല്ല. ഒരു മനുഷ്യന് ജീവിക്കാൻ ഇന്ന് പറ്റാത്തൊരവസ്ഥയിലാണ്. 100-ന് മേലെ പെട്രോൾ, ഇപ്പം ഇന്നത്തെ പേപ്പറിൽ കണ്ടു 125-ന് മേലെ പെട്രോൾ പോകുന്നു. അപ്പോൾ ഒരിക്കലും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് രണ്ട് ഗവൺമെൻറ്റും ഇത് നടപടി എടുത്തിട്ടില്ലെങ്കിൽ ജനങ്ങൾ വളരെ പ്രയാസപ്പെടും. സർക്കാർ ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ. പണിമുടക്ക് തൊഴിലാളിയുടെ അവകാശമാണ്. അവകാശബോധമുള്ള ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കും. പണിമുടക്ക് നേരത്തെ സുപ്രീം കോടതിയും വിലക്കിയിട്ടുണ്ട്. ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കേണ്ടെന്നും ആനത്തലവട്ടം പറഞ്ഞു. VV വിനോദ് തിരുവനന്തപുരത്ത് നിന്നും, സിജോ വി ജോൺ കൊച്ചിയിൽ നിന്നും, വിനേഷ് കുമാർ കോഴിക്കോട് നിന്നും, CB അനുമോദ് മലപ്പുറത്ത് നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം വിനോദിലേക്ക്. വിനോദ്, ഡയസ്നോൺ പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട്. പക്ഷേ അതിനെ പൂർണ്ണമായും തൊഴിലാളി യൂണിയനുകൾ എതിർത്തിരിക്കുന്നു. സെക്രട്ടേറിയറ്റിൽ കൂടുതൽ ജീവനക്കാർ ഇന്നലെ ഹാജരായിരുന്നില്ല. കാര്യമായ ഹാജർനില ഉണ്ടായിരുന്നില്ല. ഇന്ന് സ്ഥിതിഗതികൾ വ്യത്യസ്തമാകുമോ? എന്തൊക്കെ സംവിധാനങ്ങൾ ഈ ജീവനക്കാരെയും യാത്രക്കാരെയും അടക്കം അതാത് സ്ഥലങ്ങളിലെത്താൻ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ? രഞ്ജിത്ത്, രാവിലെ മുതൽ തന്നെ നമുക്ക് നിരത്തിലെത്തിയ വാഹനങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കൂടുതലായിരുന്നു. ഇപ്പോൾ നമ്മളുള്ളത് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമായ ചാല മാർക്കറ്റിനുള്ളിലാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും മറ്റ് സംഘടനകളുമൊക്കെ തന്നെയും പറഞ്ഞത് ഇന്ന് കടകൾ തുറന്ന് പ്രവർത്തിക്കും, മാളുകൾ തുറക്കുന്നു, സർക്കാർ ഉദ്യോഗസ്ഥർ ജോലിക്ക് ഹാജരാകണമെന്ന് കോടതി ഉത്തരവിടുന്നു. ആ ഒരു സാഹചര്യത്തിൽ എന്തിന് തങ്ങൾ മാത്രം കടകളടച്ച് ഈ ഒരു സമരത്തിൽ പങ്കെടുക്കണം എന്ന ചോദ്യമാണ് വ്യാപാരികൾ ഉന്നയിച്ചത്. മാത്രവുമല്ല, അവരുടെ നേതാക്കൾ പറഞ്ഞത് കോവിഡ് കാലമാണ്, അത് കഴിഞ്ഞ് വിപണി ഒന്ന് ഉണർന്നു വരുന്നതേ ഉള്ളൂ. തുടർച്ചയായി 48 മണിക്കൂർ കടകൾ അടച്ചിടുക എന്നത് വ്യാപാരികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന ഒരു വാദമാണ് കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞത്. പക്ഷേ ചാലയെ സംബന്ധിച്ച് നമുക്കറിയാം, രാവിലെ 9 മണിയോടുകൂടി തന്നെ ഏതാണ്ട് 90% കടകളും തുറക്കുന്ന ഒരു വിപണിയാണ്. അവിടുത്തെ ഇപ്പോഴത്തെ ഒരു കാഴ്ചയാണിത്. കടകളൊന്നും തന്നെ തുറന്നിട്ടില്ല. ചുരുക്കം ചില പൂക്കടകളും മെഡിക്കൽ സ്റ്റോറുകളും മാത്രമാണ് തുറന്നിട്ടുള്ളത്. ചേട്ടാ, ഈ സമയത്ത് സാധാരണ കടകളൊക്കെ തുറക്കുന്നതാണല്ലോ. 9 മണിക്ക് തുറക്കേണ്ട, തുറന്നിട്ടില്ല. അതായത് വ്യാപാരി വ്യവസായം തുറക്കാമെന്ന് പത്രത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അവർ 9 മണിക്ക് തുറക്കുമെന്ന് പറഞ്ഞു. ആരും തുറന്നിട്ടില്ല. തുറന്നവരെ അടപ്പിച്ചു. ഈ പേടിച്ച് തന്നെയാണ് തുറക്കാത്തത്. അതായിരിക്കും കാരണം. പൂക്കടകളൊക്കെ തുറക്കുന്നതിന് വേറെ കുഴപ്പമില്ല. ഇവിടെ കല്യാണമെല്ലാം നടക്കുന്നതുകൊണ്ട് പൂക്കട തുറക്കുമ്പോൾ അടച്ചിട്ടിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അടച്ചിട്ട് ചെയ്യണം. ഈ കോവിഡ് കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണ്. മാർക്കറ്റൊക്കെ ഒന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ 48 മണിക്കൂർ അടച്ചിടുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ബുദ്ധിമുട്ട് കാര്യം തന്നെ. പിന്നെ അവര് സംഘാടകരെ തീരുമാനമല്ലേ, അവർ അടച്ചിടണം, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും ട്രേഡ് യൂണിയനൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു മാർക്കറ്റ് കൂടിയാണ് ചാല. എല്ലാ തൊഴിലാളി സംഘടനകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഏതായിരുന്നാലും വ്യാപാരികളുടെ സംഘടനാ നേതാക്കൾ ഇത് കടകൾ തുറന്ന് പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം നൽകിയെങ്കിലും, എന്ന പ്രഖ്യാപനം നടത്തിയെങ്കിലും ഇവിടെ ചാല മാർക്കറ്റിൽ കടകളൊന്നും തുറന്നിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ടാകാം. ഏതായിരുന്നാലും വ്യാപാരികൾ കടകൾ തുറന്ന് ഈ പണിമുടക്കിനെതിരെ നീങ്ങുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അതേസമയം സമരം നടത്തുന്നവർ അവരുടെ വാദം കൃത്യമായി ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ശക്തമായി ഇന്നും പണിമുടക്ക് തുടരുമെന്ന് തന്നെയാണ് സമരക്കാർ പറയുന്നത്. മാത്രവുമല്ല, തുടർച്ചയായി 8 ദിവസം ഇപ്പോൾ ഇന്ധനവില കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ് ഈ സമരം. ജനങ്ങൾക്കെതിരെ അല്ല, പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ളതല്ല. തങ്ങളുടെ പ്രതിഷേധം ഈ രാജ്യത്ത് അത് രാജ്യം ഭരിക്കുന്ന സർക്കാരിനെ
കാണിച്ചു കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടി സമരവുമായി മുന്നോട്ട് പോകുന്നു. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമെന്നാണ് സമരം നടത്തുന്ന ആളുകൾ പറയുന്നത്. ഏതായിരുന്നാലും രണ്ട് ഭാഗവും ശക്തമായി വാദിക്കുന്നുണ്ട്. നിലവിൽ ചാല മാർക്കറ്റിന്റെ സ്ഥിതി ഇതാണ്. കടകൾ തുറക്കാൻ വ്യാപാരി സംഘടനയുടെ നേതാക്കൾ പറഞ്ഞെങ്കിലും ഇവിടുത്തെ കച്ചവടക്കാർ തൽക്കാലം കടകൾ തുറക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ ട്രേഡ് യൂണിയനുകൾ കൂടുതൽ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു സമ്മർദ്ദത്തിന് വഴിപ്പെട്ടെങ്കിലും അവർ തൽക്കാലം കടകൾ തുറക്കാൻ തയ്യാറാകുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതാണ് ചാല മാർക്കറ്റിലെ സാഹചര്യം. വ്യാപാരി വ്യവസായികൾ കടകൾ തുറക്കും എന്ന് സംഘടന പറഞ്ഞുവെങ്കിലും പക്ഷേ അത്തരത്തിലൊരു നീക്കം പല വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതിന് പലവിധമായ കാരണങ്ങളുണ്ട്. ആളുകൾ കടയിലേക്ക് എത്തണം, സാധനം വാങ്ങണം. പക്ഷേ അതിനുള്ള യാത്രാ സൗകര്യങ്ങളൊന്നും ഇന്ന് ലഭ്യമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രാവിലെയൊക്കെ പല സ്ഥലങ്ങളിലും ആളുകൾ വണ്ടിയെടുത്ത് ഇറങ്ങിയെങ്കിലും തിരുവനന്തപുരത്തടക്കം പല സ്ഥലങ്ങളിലും പല മേഖലകളിലും സമരക്കാർ ഇവരെ തടയുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. സിജോ വി ജോൺ കൊച്ചിയിലുണ്ട്. സിജോ, കൊച്ചിയിലെ സാഹചര്യം എങ്ങനെയാണ്? അവിടെ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ സാധ്യതയുണ്ടോ? തുറക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടോ സംഘടനകളുടെ ഭാഗത്തു നിന്ന്? ഒപ്പം ഗതാഗതം ഇന്ന് ഏത് തരത്തിലാണ്? രഞ്ജിത്ത്, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റാണ്. ദിവസവും നൂറുകണക്കിന് ആളുകൾ ഇവിടെ വന്ന് ഈ സമയത്ത് തന്നെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു മാർക്കറ്റാണ്. ഈ മാർക്കറ്റ് ഇന്നലെ ഈ പണിമുടക്കിനെ തുടർന്ന് പൂർണ്ണമായും നിശ്ചലമായ അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതി മാറി. കടകൾ തുറന്നു വരികയാണ്. പച്ചക്കറി കടകൾ തുറന്നിട്ടുണ്ട്, പലചരക്ക് സാധനങ്ങൾ വിൽക്കുന്ന കടകൾ തുറന്നിട്ടുണ്ട്. അത്തരം വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ തുറന്നു വരുന്ന ഒരവസ്ഥയിലാണ്. കാരണം ഈ ഒരു മാർക്കറ്റ് ഒരു ദിവസം അടച്ചിട്ടാൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ പണിമുടക്കിൽ നിന്ന് 2 ദിവസം നീണ്ടു നിൽക്കുന്ന പണിമുടക്കിലേക്ക് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കടകൾ അടയ്ക്കാൻ സാധിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് വ്യാപാരികളുള്ളത്. അവർ കടകൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് മാത്രമല്ല, ഇത് ബ്രോഡ്വേ ആണ്. ബ്രോഡ്വേയിൽ മാത്രമല്ല, എറണാകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എത്തി അവിടുത്തെ വ്യാപാരികളെല്ലാം കടകൾ തുറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. എന്തായാലും പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ ഈ തുറന്ന കടകൾ ഇതുവരെയും അടപ്പിക്കുന്ന രീതിയിലേക്ക്, അത്തരം പ്രതിഷേധങ്ങളിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല. ഒരു പക്ഷേ വരുന്ന മണിക്കൂറുകളിൽ ഈ പ്രതിഷേധങ്ങൾ ആരംഭിക്കുമ്പോൾ അത്തരത്തിലുള്ള നടപടികളിലേക്ക് ആളുകൾ കടക്കുന്നു എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഈ 2 ദിവസത്തെ ഒരു സമരം എന്ന് പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് വ്യാപാരികളെ തന്നെ ചോദിച്ചു നോക്കാം. ചേട്ടാ, പ്രവർത്തിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ മുടക്കി, ഇന്നെന്താണെങ്കിലും തുറക്കാന്ന് വെച്ചു. കാരണം നമ്മുടെ സവാളയൊക്കെയാണ്, അതൊക്കെ വെറുതെ വേസ്റ്റായി പോവും, ഡാമേജ് വരും, ബുദ്ധിമുട്ടാണ്. കാരണം അവരോടുള്ള വൈരാഗ്യമൊന്നും നമുക്കില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായതുകൊണ്ട് തുറക്കണം. ഈ 2 ദിവസം എന്ന് പറയുന്ന ഒരു കൂടിപ്പോയതായിട്ട് തോന്നുന്നുണ്ട്. സാധാരണ ഒരു ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ സഹിക്കായിരുന്നു. 2 ദിവസം ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് വെജിറ്റബിൾ ഐറ്റംസ് ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. കണക്കിലെടുത്താണ് തുറന്നത്. അദ്ദേഹം പറഞ്ഞ ന്യായമാണ്. കാരണം പച്ചക്കറികൾ, പ്രത്യേകിച്ച് സവോളയൊക്കെ 1-2 ദിവസങ്ങളിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായും അത് കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നതിൽ അതിന് നമുക്ക് ഈ വ്യാപാരികളെ ഒരു തെറ്റും പറയാൻ സാധിക്കില്ല. കാരണം ഇത് ഇനി ദിവസങ്ങളിൽ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുന്ന് പോകത്തില്ല. അവർക്ക് വാങ്ങി വെച്ചിരിക്കുന്ന സാധനങ്ങൾ നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്യും. സ്വാഭാവികമായി പച്ചക്കറി കടകളും അത്തരം കടകളും തുറന്ന് പ്രവർത്തിക്കുന്ന കാര്യമുണ്ട്. പക്ഷേ ഇന്നലത്തെ നിന്ന് വ്യത്യസ്തമായി കടകൾ, പ്രത്യേകിച്ച് ഹോട്ടലുകളൊക്കെ ധാരാളം തുറന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. ഇതാണ് എറണാകുളത്തെ ഒരു മാർക്കറ്റിൻ്റെയും കടകൾ തുറക്കുന്നതിനും ഒരു നിലവിലുള്ള ഒരു അവസ്ഥ. ഇനി മറ്റ് പ്രതിഷേധങ്ങളിലേക്കും മറ്റിടങ്ങളിലുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇന്നലെ BPCLന്റെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് BPCLൽ ജീവനക്കാർ ഇന്നലെ എത്തിയത്. ഈ വാഹനം തടയുകയും ചെയ്തിരുന്നു. ഇന്നും രാവിലെ ജീവനക്കാരുമായി എത്തിയ വാഹനം, BPCLന്റെ വാഹനം അവിടെ തടയുകയും ചെയ്തു. പക്ഷേ ഇന്നലത്തെ അത്ര സമയം തടഞ്ഞിട്ടില്ല. ഒരു പ്രതിഷേധം എന്ന നിലയിൽ മാത്രം ഇത് തടഞ്ഞിടുകയും പിന്നീട് ജീവനക്കാരെ കയറ്റിവിടുകയാണ് ചെയ്തത്. എന്തായാലും KSRTC ഇന്നും സർവീസുകൾ ആരംഭിച്ചിട്ടില്ല. നിരത്തുകളൊക്കെ ഭയങ്കരമായി സജീവം തന്നെയാണ്. നിരത്തുകളിൽ സ്വകാര്യ വാഹനങ്ങൾ നിരവധിയുണ്ട്. കാരണം ഇന്നലത്തേക്കാൾ കൂടുതൽ സ്വകാര്യ വാഹനങ്ങൾ നിരത്തുകളിൽ എത്തുന്നുണ്ട്. പതിവായ രീതിയിൽ തന്നെ സ്വകാര്യ വാഹനങ്ങൾ കടന്നു പോകുന്നു. അത്ര ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അത് ഇതുവരെയും തടയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടില്ല. KSRTC ഇന്നും സർവീസ് നടത്തുന്നില്ല. കൊച്ചി മെട്രോയും സാധാരണ രീതിയിൽ സർവീസ് നടത്തുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ആളുകൾ നഗരത്തിലേക്ക് വരുന്നു. ഈ പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് പങ്കാളിയാകാതെ വിട്ടുനിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് മാറുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ വ്യാപാരികൾ കടകൾ തുറക്കും എന്നൊരു കണക്കൂട്ടൽ തന്നെയാണുള്ളത്. അതാണ് കൊച്ചിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ സാഹചര്യം. നമുക്കിനിയും കോഴിക്കോടേക്ക് പോകണം. അവിടെ വിനേഷ് കുമാർ തുടരുന്നുണ്ട്. വിനേഷ്, കോഴിക്കോട്ടെ ഏറ്റവും വലിയ മാർക്കറ്റുകളുണ്ട്,
മിഠായി തെരുവ് അടക്കമുള്ള കച്ചവട സ്ഥാപനങ്ങളുണ്ട്. വ്യാപാരി വ്യവസായികൾ കടകൾ തുറക്കുമെന്ന് പറയുമ്പോഴും പൂർണ്ണമായും ഒന്നും തുറന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യമില്ലല്ലോ അല്ലേ? രഞ്ജിത്ത്, ഞാനിപ്പോൾ ഉള്ളത് മിഠായി തെരുവിലാണ്. മിഠായി തെരുവിൽ ഒറ്റ കടകൾ പോലും ഇതുവരെയും തുറന്നിട്ടില്ല. പോലീസ് ഇവിടെയുണ്ട്. കാരണം 10 മണിയോടുകൂടി കടകൾ തുറക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകും എന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കടകൾ അല്പസമയത്തിനകം തന്നെ തുറക്കും എന്ന് തന്നെയാണ് പോലീസ് ഉൾപ്പെടെയുള്ളവരും പറയുന്നത്. അതിന് ആവശ്യമായ സംരക്ഷണം നൽകും എന്നും പറയുന്നുണ്ട്. എന്തായാലും മാത്രമല്ല, ഇപ്പോൾ അല്പസമയം മുമ്പ് കാരന്തൂർ, കുന്നമംഗലം ഭാഗങ്ങളിൽ തുറന്ന കടകൾ ബലമായി ഭീഷണിപ്പെടുത്തി അടപ്പിച്ചു. അതായത് സമരാനുകൂലികൾ അടപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതേ തുടർന്ന് തന്നെ മറ്റ് സ്ഥലങ്ങളിലും തുറക്കുന്നതിന് വ്യാപാരികൾക്ക് വലിയ ഭയമുണ്ട്. എന്തായാലും ഇവിടെ ഒരു കട നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു കട ഇവിടെ തുറന്നിട്ടുണ്ട്. കട തുറന്നോ? കട തുറന്നതാണോ? കടകൾ അത് മറ്റ് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി തുറന്നു എന്നാണ് പറയുന്നത്. ആളുകൾക്ക് നല്ല ഭയമുണ്ട്. കാരണം തുറന്നു കഴിഞ്ഞാൽ അതിന് ആവശ്യമായ സംരക്ഷണം നൽകുമെന്ന് പറയുമ്പോഴും പോലീസിന്റെ ഭാഗത്ത് അത്തരത്തിലുള്ള നീക്കം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയമുണ്ട്. കാരണം ഇന്നലെ വലിയ തോതിൽ അക്രമം നടന്ന സമയത്ത് പോലീസ് പലപ്പോഴും കൈകെട്ടി നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ കോഴിക്കോട് നഗരത്തിൽ മാവൂർ റോഡിലൊക്കെ കണ്ടതാണ്, നമ്മൾ ദൃശ്യങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കടകൾ തുറന്നു കഴിഞ്ഞാൽ അത്തരത്തിലൊരു സംരക്ഷണം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയമുണ്ട്. ഒപ്പം തന്നെ രഞ്ജിത്ത്, മറ്റൊരു കാര്യം, നഗരത്തിലെ എല്ലാ പെട്രോൾ പമ്പുകളും തുറന്നു പ്രവർത്തിക്കണമെന്ന് ജില്ലാ കലക്ടർ ഇന്നലെ തന്നെ കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് നഗരത്തിലെ ചില ഭാഗങ്ങളിലുള്ള പെട്രോൾ പമ്പുകൾ മാത്രമാണ് തുറന്നത്. ബാക്കി പതിവ് പോലെ തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ഒപ്പം തന്നെ സർക്കാർ ജീവനക്കാർ, എത്ര ശതമാനം സർക്കാർ ജീവനക്കാർ ഇന്ന് ജോലിക്ക് ഹാജരാകുമെന്ന് അറിയണമെങ്കിൽ നമുക്കൊരു 10 മണി വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരും. കാരണം ഡയസ്നോൺ പ്രഖ്യാപിച്ചാലും തങ്ങൾ സമരത്തിൽ ഉറച്ചു നിൽക്കും, അല്ലെങ്കിൽ പണിമുടക്കിൽ ഉറച്ചു നിൽക്കും എന്നുള്ളൊരു നിലപാട് തന്നെയാണുള്ളത്. എന്തായാലും മിഠായി തെരുവിൽ ഇപ്പോൾ 10 മണിയോടുകൂടി കടകൾ തുറക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഒപ്പം തന്നെ പോലീസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ സംരക്ഷണം നൽകുന്നതിന് ആവശ്യമായ പോലീസിനെ വിന്യസിക്കും എന്ന് പറഞ്ഞിരുന്നു. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ പറഞ്ഞിരുന്നു. എന്തായാലും പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. കടകൾ തുറക്കുകയാണെങ്കിൽ സംരക്ഷണം നൽകും. പക്ഷേ കടകൾ ഈ കാരന്തൂരിലും അതുപോലെ തന്നെ കുന്നമംഗലത്തും പല ഭാഗങ്ങളിലും കടകൾ ഭീഷണിപ്പെടുത്തി അടപ്പിച്ച ഒരു സംഭവം രാവിലെ ഉണ്ടായിരുന്നു. നമുക്ക് CV അനുമോദ് മലപ്പുറത്തുണ്ട്. അനുമോദ്, മലപ്പുറത്തെ വിവരങ്ങൾ. രഞ്ജിത്ത്, മലപ്പുറം കുന്നുമലിൽ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെയാണ് സാഹചര്യങ്ങൾ. കടകമ്പോളങ്ങൾ അടഞ്ഞു തന്നെ കിടക്കുകയാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കടകൾ തുറക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ സമയം വരേക്കും കടകൾ കൂടുതലായിട്ടൊന്നും തുറന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മെഡിക്കൽ ഷോപ്പും ചില ഹോട്ടലുകളും ചില ബേക്കറികളും പോലെയുള്ള സ്ഥാപനങ്ങൾ മാത്രമാണ് തുറന്നിട്ടുള്ളത്. മറ്റ് കടകളൊന്നും തന്നെ ഈ ഒരു സമയം വരെയും മലപ്പുറത്ത് കാര്യമായിട്ട് തുറന്നിട്ടില്ല. ഇനിയുള്ള സമയങ്ങളിൽ ഒരുപക്ഷെ 10 മണിയോടെയൊക്കെ ഏതെങ്കിലും തരത്തിൽ കടകൾ തുറക്കാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് നമുക്ക് ഇനി അറിയേണ്ടത്. അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളിലേക്ക് ആളുകളെല്ലാം തന്നെ എത്തുന്ന സമയം കൂടിയാണ് ഇപ്പോൾ. നിലവിൽ KSRTC മലപ്പുറം ഡിപ്പോയിൽ നിന്നോ മലപ്പുറത്തെ മറ്റേതെങ്കിലും ഡിപ്പോയിൽ നിന്നോ ഒരു സർവീസുകളും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേക സർവീസുകളും ഉണ്ടായിട്ടില്ല. ആളുകൾ സ്വന്തം നിലയ്ക്കും വാഹനങ്ങളിൽ നടന്നുമൊക്കെയാണ് പലരും ഓഫീസുകളിലേക്ക് എത്തുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വരും മണിക്കൂറുകളിൽ എത്രത്തോളം പേർ ഓഫീസുകളിൽ എത്തി എന്ന കാര്യവും നമുക്ക് അറിയാൻ സാധിക്കും. പോലീസിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് മലപ്പുറം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഈ തുറന്ന കടകൾ അടപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പോലീസിൻ്റെ ഒരു സംരക്ഷണം ഉറപ്പാക്കണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി എല്ലാം തന്നെ ഔദ്യോഗികമായിട്ട് തന്നെ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലീസിൻ്റെ ഒരു സാന്നിധ്യം നഗരത്തിൻ്റെ വിവിധ മേഖലകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തൊഴിലാളി യൂണിയനുകളാകട്ടെ അല്പസമയത്തിനകം 10:30 നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. അവരുടെ കളക്ടറേറ്റിന് മുൻപിൽ അവരുടെ അനൗൺസ്മെൻറ്റും മറ്റും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ തുറന്ന കടകളൊക്കെ തന്നെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പോലും അവർ അടപ്പിക്കാനുള്ളൊരു സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെയും ഇടമണ്ണപ്പാറയിൽ പെട്രോൾ പമ്പും അതുപോലെ തന്നെ കടകളൊക്കെ ഈ സമരസമിതിക്കാർ സമരം ചെയ്യുന്നവർ ഒന്ന് അടപ്പിച്ച ഒരു സംഭവവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുവരെ മറ്റ് കൂടുതൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്നുണ്ട്, സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നുണ്ട്. ഇതുവരേക്കും കടയടപ്പിക്കാൻ ആരും വന്നിട്ടില്ല. നിങ്ങളെ കടയില്ലത്
എങ്ങനെയാ കട തുറക്കാൻ നിർദ്ദേശം വന്നുകൊണ്ടാണോ? നിർദ്ദേശം വന്നുകൊണ്ടെന്ന് തുറന്നാണ്, ഇന്നലെ തുറന്നില്ല. ഇപ്പോൾ അവർ അടപ്പിക്കാൻ വരുമോ? അറിയില്ല, എന്താണെന്നറിയില്ല, ഭരണം പോയിട്ടില്ല. പോലീസൊക്കെ അടുത്തുള്ള ധൈര്യമുണ്ടോ? ധൈര്യമുണ്ട്, കാരണം ഇപ്പോൾ ഇവിടെയൊക്കെ തുറന്നിട്ടുണ്ടല്ലോ, മൊത്തത്തിൽ കടകളൊക്കെ തുറക്കുന്നുണ്ട്. ഈ 2 ദിവസത്തൊക്കെ ഈ പണിമുടക്ക് ശരിക്കും ബുദ്ധിമുട്ടായി, വലിയ ബുദ്ധിമുട്ടായി തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് തന്നെ തുറന്നു തീർച്ചയായിട്ടും. എന്നാണെങ്കിലും വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഈ പ്രതിഷേധക്കാർ നടപ്പിക്കാനുള്ള സാധ്യതയും ഇവർ ഒന്നും തള്ളിക്കളയുന്നില്ല. പക്ഷേ പോലീസിന്റെ സാന്നിധ്യം പരിസരത്തുള്ളതുകൊണ്ട് ഇവർക്കെല്ലാം കട തുറക്കുന്നതിന് ഒരു ധൈര്യമുണ്ട്. മലപ്പുറത്തെ പൊതുവെ ഈ നഗരം 9 മണിയായിട്ടും സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല. ഒന്നാമത്തെ കാരണം പ്രൈവറ്റ് ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല, KSRTCകളും സർവീസ് നടത്തുന്നില്ല. ആളുകൾക്ക് നഗരത്തിലേക്ക് എത്തിപ്പെടാൻ യാതൊരു വഴിയുമില്ല. അതുതന്നെയായിരിക്കാം ഈ കടകളൊക്കെ തുറക്കുന്നതിനും ഒരു തടസ്സമായിട്ടുള്ളത്. എന്നാണെങ്കിലും കഴിഞ്ഞ ദിവസത്തേക്കാൾ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയിട്ടുണ്ട്, ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്നുണ്ട്, കടകളും മലപ്പുറത്ത് കൂടുതൽ തുറന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കടകൾ തുറക്കുന്നുണ്ട്, സംസ്ഥാനത്തുടനീളം വാഹനങ്ങൾ ചെറിയ തോതിലെങ്കിലും സർവീസുകൾ നടത്തുന്നുണ്ട്. പക്ഷേ സമര അനുകൂലികൾ ഈ വാഹനങ്ങൾ തടയുകയും കടകൾ അടപ്പിക്കുകയൊക്കെ ചെയ്യുന്നൊരു പശ്ചാത്തലമുണ്ട്. ഒരു 10 മണിയോടുകൂടി നമുക്ക് ഏതാണ്ട് കൃത്യമായ ഒരു ചിത്രം ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ലഭിക്കുമെന്ന് വേണം കരുതാൻ.